ഹലോ നമസ്കാരം. നമ്മളിന്ന് 3.5 ഏക്കർ സ്ഥലമാണ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. പ്ലാൻ ചെയ്യാൻ പോകുന്നത് PV 235 നമ്മൾ രാവിലെ വന്ന് നമ്മുടെ തൈയെല്ലാം ഇറക്കി നമ്മുടെ ആൾക്കാരെല്ലാം സെറ്റാണ്. അപ്പം ആദ്യം തന്നെ നമ്മൾ ചെയ്തത് മൊത്തം കുഴി കുത്തി. അപ്പോൾ നമുക്ക് കുഴി കുത്തുവാണെങ്കിൽ നമുക്ക് എണ്ണം കുറവുണ്ടെങ്കിലും കൂടുതലും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആദ്യം കുഴി കുത്തി തൈയെല്ലാം നിരത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് അടിവളമായിട്ട് നമ്മൾ ഇടുന്നത് റോക്കും മസൂരി ബിക്സ് എന്ന് പറഞ്ഞ 2 വളമാണ് നമ്മൾ അടിവളമായിട്ട് ഇടുന്നത്. എല്ലാം കാണിച്ചു തരാം. അവിടെ വളം ഇട്ടുകൊണ്ടിരിക്കുക. നമ്മൾ ഒരിക്കലും ഇതിന് അടിവളമായിട്ട് എല്ലുപൊടി തന്നെ ഒരിക്കലും ഇടരുത്. അത് എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ എല്ലുപൊടിയുടെ അത്രയും ഗുണമില്ല ഇപ്പോഴത്തെ എല്ലുപൊടിക്ക്. ഇപ്പോഴത്തെ എല്ലുപൊടി ഒരു മിക്സ്, ഒരു കെമിക്കൽ വെച്ചിട്ടാണ് എല്ലുപൊടി ഉണ്ടാക്കണേ. പണ്ടത്തെ എല്ലുപൊടി ചാക്കൊക്കെ ഇത്രയും പൊക്കം ഉണ്ടായിരുന്നു 50 കിലോ. ഇപ്പോൾ അത് ഇത്രേ ഉള്ളൂ. അതുപോലെ പണ്ടത്തെ എല്ലുപൊടി ചാക്ക് പൊട്ടിക്കുമ്പോൾ നല്ല മണമാണ്. ഇപ്പോൾ മണമില്ല, ഒന്നുമില്ല. നമ്മൾ 2 സ്റ്റെപ്പിന്റെ തൈയാണ് ഇവിടെ ഇവര് വേണമെന്ന് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സെലക്ഷൻ തൈ നിർത്തി 2 സ്റ്റെപ്പ് ആക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഇതിപ്പോൾ ദൂരം ഇതിനകത്ത് കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു ചെറിയ കല്ലോ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി മുട്ടിയാൽ മതി. അപ്പോൾ ഇതിങ്ങനെ ഊരിപ്പോന്നോളൂ. ഇതാണ് ഇത് ഊരി കഴിയുമ്പോഴത്തെ അവസ്ഥ. ശരിക്കും നല്ല മണ്ണാണെങ്കിൽ നമുക്ക് വളം ഇടേണ്ട കാര്യമില്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളോട് ഇന്ന വളം ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ആ രീതി ചെയ്തു കൊടുക്കും. ശരിക്കും റബ്ബറിനെ സംബന്ധിച്ച് വളത്തിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ പറയാം. നല്ല മണ്ണാണെങ്കിൽ ഒരു 10-15 ദിവസം കഴിയുമ്പം ഒരു ലേശം ഫാക്ടംബോസ് ചുറ്റി വിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പ്ലാന്റിംഗ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം സെറ്റാണ്, എല്ലാം ഓക്കെയാണ്. തൈ ഏകദേശം എണ്ണവും ഏകദേശം കറക്റ്റാണ്. അപ്പോൾ കൂടുതൽ നേഴ്സറി വിശേഷങ്ങളും അഗ്രികൾച്ചർ കാര്യങ്ങളും പ്ലാന്റിംഗ് കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. താങ്ക് യു.